മനുഷ്യരോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നതും നന്ദിയുള്ളതുമായ ഒരു ജീവിയാണ് നായ. വീടിന് കാവലായും ഒപ്പം കളിക്കാനും ഒരു കൂട്ടിനായും ഒക്കെ നായ്ക്കളെ വളർത്തുന്നവരാണ് നാം പലരും. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നായ്ക്കളെ സ്നേഹിക്കുന്നവരുമുണ്ട് നമുക്കിടയിൽ. ഉടമകളോട് നായ്ക്കൾ പ്രകടിപ്പിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും കണ്ടു നിൽക്കുന്നവരുടെ വരെ ഹൃദയം കവർന്ന കാഴ്ചകളാണ്. മറ്റു വളർത്തു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുക്കളിൽ നിന്ന് മനുഷ്യന് സംരക്ഷണം നൽകുന്നവർ കൂടിയാണ് നായ്ക്കൾ. പലപ്പോഴും മനുഷ്യരെ പോലെ വികാരങ്ങൾ പങ്കുവെക്കുന്ന ജീവി കൂടിയാണവർ. വാലാട്ടിയും ദേഹത്ത് ചാടിയും മണം പിടിച്ചും നക്കിയുമൊക്കെ അവർ സ്നേഹവും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇതിൽ ചിലത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ അടുത്തിടെ സൂനോസിസ് ആൻഡ് പബ്ലിക്കേഷൻ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്, ആരോഗ്യമുള്ള നായ്ക്കളുടെ ഉമിനീരിൽ പോലും ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള സാൽമൊണേല എന്ന ബാക്ടീരിയ ഉണ്ടാകാമെന്നാണ്. നായ്ക്കൾ മനുഷ്യരുടെ ദേഹത്ത് നക്കുമ്പോൾ ഈ ബാക്ടീരിയ ശരീരത്തിലെത്തുകയും ദഹനനാളത്തെ ബാധിക്കുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനായി നായ്ക്കളെ മുഖത്ത് നക്കാൻ അനുവദിക്കാതിരിക്കുക. ഇനി വളർത്തു മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തിയാൽ കൈയും മുഖവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതും അത്യാവശ്യമാണ്. നായ്ക്കളുടെ ഉമിനീരിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നായ്ക്കളുടെ ഉമിനീരിൽ ദോഷകരമായ സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയകൾ മനുഷ്യരിൽ വയറിളക്കം, പനി, വയറുവേദന തുടങ്ങിയ ദഹനനാള പ്രശ്നങ്ങൾക്ക് കാരണമാകും. 2017 മുതൽ 2023 വരെ 87 നായ്ക്കളിലാണ് പഠനം നടത്തിയത്. ഇതിൽ മനുഷ്യന് ഭീഷണിയാകുന്ന 82 തരം സാൽമൊണലയെ കണ്ടെത്തി. 39% നായ്ക്കളിലും SSDA ജീനും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നായ്ക്കളിൽ അസുഖം വരാതെ തന്നെ കുടലിൽ ബാക്ടീരിയകളെ നിലനിർത്താൻ സഹായിക്കും. മനുഷ്യരിലേക്ക് എങ്ങനെയൊക്കെ ഈ ബാക്ടീരിയകൾ പകരാം എന്ന് നമുക്ക് നോക്കാം. നായ്ക്കളുടെ ഉമിനീർ വഴിയാണ് പ്രധാനമായും മനുഷ്യരിൽ സാൽമൊണല്ല അണുബാധ ഉണ്ടാകുന്നത്. മലം, രോമം എന്നിവ വഴി ബാക്ടീരിയ നായ്ക്കളുടെ വായിലേക്ക് എത്തും. ഇവ മനുഷ്യരുടെ മുഖത്ത് നക്കുന്നത് വഴി വായ, കണ്ണ്, മുറിവ് എന്നിവയിലൂടെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കും. അതിനാൽ നായ്ക്കളെ മുഖം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നക്കാൻ അനുവദിക്കരുത്. സാൽമൊണല്ലയുടെ അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാൽമൊണല്ല ശ്രേണികൾ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നവയാണ്. ഇത് അണുബാധകൾ ചികിത്സിക്കാൻ വെല്ലുവിളി സൃഷ്ടിക്കുകയും ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യും. വളർത്തു മൃഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ വ്യാപിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ വളർത്തു മൃഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ കൈകൾ കഴുകി വൃത്തിയാക്കുക. ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഇനി നായ്ക്കളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. വളർത്തു മൃഗങ്ങളെ തൊടുകയോ അവയെ വൃത്തിയാക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്തതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. മുഖത്ത് നക്കാൻ ഒരിക്കലും അനുവദിക്കരുത്, പ്രത്യേകിച്ച് വായ, മൂക്ക്, മുറിവുകൾ എന്നിവയ്ക്ക് ചുറ്റും. അണുബാധകൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പതിവായി വൈറ്റൽ പരിശോധനകൾ നടത്തുക. വളർത്തു മൃഗങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പതിവായി സ്പർശിക്കുന്ന പ്രതലങ്ങൾ എന്നിവ പതിവായി വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ പറഞ്ഞ എല്ലാ ആരോഗ്യ വിവരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ശാസ്ത്രീയ ഗവേഷണം, പഠനങ്ങൾ, ആരോഗ്യ പ്രൊഫഷണലുകൾ നൽകുന്ന ഉപദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. എന്നാൽ ഇവ പിന്തുടരുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശം നിങ്ങൾ തീർച്ചയായും തേടേണ്ടതാണ്.